നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇത് കുടിക്കേ. അല്പം കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം തരാം. എല്ലാരും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ നീ കരയോടെ ചെയ്യരുത്. ഇതെന്താ ഇങ്ങനെ കൂടുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും ഇപ്പൊ കുറയേണ്ട സമയവാ. അതിന്റെ കാരണം എന്താ എനിക്കറിയാം. അങ്ങനൊന്നും പറയില്ലേടി. സർ, ഞാനില്ലാണ്ട് ജീവിച്ചോളൂ. പക്ഷെ എന്റെ അച്ഛനീതിമാർക്കും ആരും ഇല്ലാണ്ടോ. അങ്ങനൊന്നും പറയണ്ട. നീ ഇതെന്തൊക്കെ ഈ പറഞ്ഞു കൂട്ടുന്നത്? ഞാൻ ഏട്ടനെ വിളിക്കാം. ഏട്ടൻ ഡോക്ടറിനെ വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ. ചികിത്സ എന്താന്ന് വെച്ചാ നമുക്ക് ചെയ്യാം. ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എന്നൊന്ന് കിടത്താമോ? എന്നെ കൊണ്ടിരിക്കാൻ പറ്റുന്നല്ലോ. എന്റെ ദൈവമേ, കൂടുതൽ പോളങ്ങൾ വന്നോണ്ടിരിക്കുകയാണല്ലോ. എന്താ ഇത്? നീ സമാധാനായിട്ട് കിടക്ക്. നിന്റെ ദേവി നിന്റെ പ്രാർത്ഥന കേൾക്കും. വെറും കാട്ടുമൃഗങ്ങളാ. മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അമ്മമാര് പറഞ്ഞ് തിരുത്തണം. മക്കൾക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് അമ്മമാര് ചൂണ്ടിക്കാണിക്കണം. അങ്ങനെയൊക്കെ അല്ലേ ഇത്? എല്ലാരും കൂടെ ചേർന്ന് മനഃപൂർവ്വം കുഴപ്പമുണ്ടാക്കുക. എടാ, നന്ദിനിയുടെ കാര്യത്തിൽ അവർ അങ്ങനെ തന്നെയാണല്ലോ. ആ ഓക്കെ, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇപ്പൊ അവർ യുദ്ധം ചെയ്യുന്നത് അസുഖത്തോടാ. ഇവർക്ക് ആർക്കും അസുഖമൊന്നും ഇല്ലല്ലോ. ഇവരെന്താ അത്രയ്ക്ക് പെർഫെക്റ്റാ? സൂര്യ, അവരുടെ ഉദ്ദേശം നന്ദിനെ അവിടുന്ന് പുറത്താക്കുക എന്നത് മാത്രമല്ല, നിന്നെ പരമാവധി ഇറിറ്റേറ്റ് ചെയ്യുക എന്നതുകൂടിയാ. പക്ഷേ നീ ഒരിക്കലും സമനില വിട്ട രീതിയിൽ പെരുമാറരുത്. കാരണം അവിടെ ഉണ്ടാകുന്ന ഓരോ ബഹളവും നന്ദിനെയാണ് ബാധിക്കുക. എടാ, അത് ഓർത്ത് തന്നെയാ ഞാൻ ഒതുങ്ങുന്നത്. ഞാൻ മദ്യപിക്കുന്ന സമയം എങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് നോൺ വെജ് കഴിച്ച ഒരെണ്ണം പോലും മനസ്സമാനത്തോടെ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പോട്ടടാ, നോൺ വെജ് കഴിച്ചെന്ന ഒറ്റ കാരണം കൊണ്ട് നന്ദിനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നന്ദിനി ദൈവത്തെ വിശ്വസിക്കുന്ന ആളല്ലേ, പ്രാർത്ഥിക്കുന്നവളല്ലേ. എല്ലാ പ്രതിസന്ധിയിൽ നിന്നും ദൈവം അവളെ കരകയറ്റാറുണ്ടല്ലോ. ഉണ്ട് വിവേകേ, പക്ഷെ എന്റെ അവസ്ഥ നിനക്കറിയില്ല. അയാളെ തല്ലി ഈ വലത് കൈ ഉണ്ടല്ലോ, ഇത് വെട്ടുമുറിച്ച് കളഞ്ഞാലും ഞാൻ ആലോചിക്കുക. എടാ, അത്രയ്ക്ക് പാവാടാ അത്. ഞാൻ ഇത്രയും കാലം നടത്തിയ ടോർച്ചറിങ് എല്ലാം സഹിച്ചു. സ്വന്തം ആഗ്രഹങ്ങൾ മുഴുവൻ മറച്ചു വെച്ചു. എടാ, ഞാൻ അവക്ക് വേണ്ടി എന്താടാ ചെയ്തത്? നീ വിഷമിക്കാതെടാ. നന്ദിനി നീ മനസ്സിൽ സൂക്ഷിക്കുന്നൊരു സത്യമുണ്ട്, അതേ ജയിക്കൂ. ആരതിയ, എന്തെങ്കിലും വാങ്ങാനോ മറ്റോ ആയിരിക്കും. ഹലോ ഹലോ ആരതി. ഏട്ടാ, നന്ദിനിക്ക് തീരെ വയ്യ. ആരതി, അവളെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ പോലും പറ്റുന്നില്ല.
ശരീരമൊക്കെ വല്ലാതെ തളർന്നു പോവാ. ഏട്ടന് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? ഞാനിപ്പോ വരാം. ഏട്ടാ, പിച്ചുമ്പയും പറയുന്നതിനിടയില് അച്ഛനെ കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പറ്റുമെങ്കിൽ അവളുടെ അച്ഛനെ കൂടി ഒന്ന് വിളിച്ച് വിവരം പറയാമോ? അത് ഞാനിപ്പോ തന്നെ പറയാം. ഞാനങ്ങോട്ട് വരാം. കട്ട് ചെയ്തു. ശരി. എന്താടാ? നന്ദിനിക്ക് തീരെ വയ്യാന്ന്. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോണം. സൂര്യ, നീ അച്ഛനു വേണ്ടി ആലോചിച്ച് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യ്. ഞാൻ വരേണ്ട കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ ആദ്യം നന്ദിനെ അച്ഛനൊന്ന് വിളിച്ച് വിവരം പറയട്ടെ. ആ സാറേ, മോക്ക് എങ്ങനെയുണ്ട്? കുറവായോ? അച്ഛനിപ്പോ എവിടെയാ? ജോലിയിലാണോ? അല്ല, ഞാൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. അച്ഛാ, വീട്ടിലേക്കൊന്ന് വരുവോ? നന്ദിനിക്ക് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു. എന്താ സാറേ, ശബ്ദമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? മോക്ക് വല്ല കുഴപ്പമുണ്ടോ? അത് നന്ദിനിക്ക് അസുഖം കുറച്ച് കൂടുതലാ. ഞാനിപ്പോ പുറത്താ ഉള്ളത്. ആരതി വിളിച്ച് പറഞ്ഞതാ. ഞാനിപ്പോ അങ്ങോട്ട് പോകും. അയ്യോ സാറേ, ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇനിയും കൂടുക എന്നൊക്കെ പറഞ്ഞാ അത് അപകടമാണല്ലോ സാറേ. അച്ഛൻ പെട്ടെന്ന് വരൂ. വന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിക്കാം. ഞാനിപ്പോ തന്നെ വരാം. പാവം, കേട്ടപ്പം ആ മനുഷ്യൻ കരച്ചിൽ തുടങ്ങി. ആ മനുഷ്യനെ ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞതാ, പൊന്നുപോലെ നോക്കോളാന്ന്. അവൾക്ക് ഒരു കുറവും വരില്ല എന്ന്. എന്നിട്ട് സൂര്യ, നീ ചെല്ല്. നീ ചെന്ന് അടുത്തിരിക്കുമ്പോ നന്ദിനിക്ക് അതൊരു സമാധാനമായിരിക്കും. ചെല്ലടാ.